ഹലോ, ഇന്ന് നമ്മൾ പഴനിക്ക് പോവാണ് കല്ലുവിൻ്റെ തല മൊട്ടയടിക്കാൻ. നമ്മളിപ്പോൾ കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. 6:40 ഇവിടുന്ന് ട്രെയിന്. 8:30 പഴനി എത്തും. നമ്മളിപ്പോൾ അടുത്ത മുതലമട സ്റ്റേഷനെത്തി. നല്ല ഭംഗിയായി ഈ റെയിൽവേ സ്റ്റേഷൻ കാണാൻ. നമ്മളിപ്പോൾ പഴനി സ്റ്റേഷനെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തല മൊട്ടയടിക്കാനാണ് പ്ലാൻ. കുതിരവണ്ടിയിലൊക്കെ കയറിയിട്ട് കുറേ നാളായി. അതുകൊണ്ട് എല്ലാവരും കുതിരവണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കല്ലുവിനെയും ആദ്യമായിട്ട് കുതിരവണ്ടിയിൽ കയറ്റാലോ. ഇന്നാണ് പിന്നെ കല്ലു ആദ്യമായിട്ട് ട്രെയിനിലും യാത്ര ചെയ്തത്. ഹലോ, നമ്മൾ വന്ന കുതിരവണ്ടി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറാണ്. മൂഡിലായിരുന്നില്ല. നമ്മൾ മൂന്നാലും കൂടെ ഉദ്ദേശിച്ചത്. അച്ഛൻ കൊടുക്കട്ടെ അമ്മ, കല്ല് കൊടുത്തോ, കൊടുപ്പില്ലേ അച്ഛന്. അമ്മച്ചി തരോ, അമ്മച്ചി അമ്പാവാ. അച്ഛനും കുടിക്കും. നിക്കൽ ബേബി. ഓ വേണം വേണം ആർക്കാ ഒരു മിഠായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കല്ലുവിൻ്റെ മുടി മൊട്ടയടിക്കാൻ പോവാണ്. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ മുടി മുടിക്കുന്ന മണ്ഡപത്തിൽ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി അവർ മൊട്ടയടിക്കാൻ പോവാം. മൊബൈലിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നല്ല കരച്ചിലാണ് കല്ലു.
അങ്ങനെ എങ്ങനെയൊക്കെയോ മുട്ടയടിച്ച് കഴിഞ്ഞു. പാവം കല്ല് കുറേ കരഞ്ഞു. മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കല്ലുവിനെ കുളിപ്പിച്ചു. കുളിപ്പിക്കാനൊക്കെ കുറച്ച് ക്യൂ ആയിരുന്നു ബാത്റൂം കിട്ടാൻ. പിന്നെ വെയിറ്റ് ചെയ്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ അവർ ചന്ദനമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ടയടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി പഴനിമല കയറാൻ പോവാണ്. നല്ല തിരക്കുണ്ട്. തൈപ്പൂയ മഹോത്സവമൊക്കെ ആവാറായി. അതിൻ്റെ നല്ല തിരക്കാണ്. നോർമലി നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്സുള്ള വഴിയല്ല വിടുന്നത്. ആനയൊക്കെ കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നല്ല വീതിയുള്ള വലിയ വഴിയിലൂടെയാണ് വിടുന്നത്. നല്ല ക്രൗഡുണ്ട്. ആ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മല കയറി അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് ഇവിടെ താഴെ തന്നെ ക്ലോക്ക് റൂമിൽ മൊബൈലും ബാഗും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മല കയറിയത്. അമ്പലത്തിൽ നല്ല തിരക്കും ഒരുപാട് വലിയ ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ക്യൂ നിന്ന് തൊഴാൻ പറ്റിയില്ല. ക്യൂ നിന്ന് തൊഴാൻ പോയവരൊക്കെ തിരിച്ചു വരുന്നത് വരെ ഞാൻ കല്ലിനെ മടിയിൽ വെച്ച് ഉറക്കി പുറത്തിരുന്നു കുറച്ചു നേരം. നമ്മൾ പ്രസാദമൊക്കെ മേടിച്ച് മല ഇറങ്ങിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ്. സൂപ്പർ പവാ. അമ്മ പാട്ട് പാടുന്ന പവാ. അമ്മ പാട്ട് പാടിത്തരാ കേട്ടോ മുട്ടേ. പാട്ട് പാടിത്തരാ. ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. 6 മണിക്കാണ് ട്രെയിൻ വരാൻ ഇനിയും കുറേ സമയമുണ്ട്. പപ്പും സിനേട്ടനും ഇനിയും കുറച്ചുകൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. അച്ഛന്മാർ രണ്ടുപേരും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ നിന്ന് അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. ട്രെയിൻ അയച്ചു കൊടുക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അച്ഛന്മാർ രണ്ടുപേരും അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പവും സുനിയേട്ടനും ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഞങ്ങൾ പിന്നെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ൊക്കെ ആയിട്ട് ട്രെയിൻ വന്നു. നമ്മൾ 7:30 കൊല്ലംകോട് എത്തും. അങ്ങനെ പഴനി ട്രിപ്പും മണ്ടടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. താങ്ക് യു.